ഹലോ, ഇത് കുറച്ച് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്. വീട്ടിലെ പച്ചക്കറി പലചരക്ക് അങ്ങനെ കംപ്ലീറ്റ് സാധനം തീർന്നിക്കേനു. അപ്പം പിന്നെ എല്ലാവരും കൂടി പോയി വാങ്ങിക്കൊണ്ടുവരാമെന്ന് വിചാരിച്ച് ലേറ്റായി ഇറങ്ങിയാൻ പോരാണ്ട് വഴിക്കാന്ന് ആൾക്കാരോടൊക്കെ കഥയും പറഞ്ഞു വന്നിട്ട് പിന്നെയും സമയം വൈകി. ഞങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് ഒരു 1.5-2 കിലോമീറ്റർ ഉണ്ട് ഈ ഷോപ്പൊക്കെ ഉള്ള സ്ഥലത്തേക്ക്. കുറേ ദൂരം ഇങ്ങനെ നടക്കാനുള്ളത് കൊണ്ടാണ് ഇന്നാവട്ടെ നാളാട്ടെ ഞങ്ങൾ ഇങ്ങനെ സാധനം വാങ്ങാൻ വൈകിക്കുന്നത്. പിന്നെ ഒരു റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് പോകാനുള്ളതുകൊണ്ട് വണ്ടി എടുക്കാൻ പറ്റൂല. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ പോയത് ചിക്കൻ്റെ പിടിയിലേക്കാണ്. 2 വീട്ടുകാർക്കും കൂടി മൊത്തത്തിൽ ഒരു 1.5 കിലോ ചിക്കൻ വാങ്ങി. പിന്നെ പകുതി നടന്ന ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു കരിക്കും കുടിച്ച്. പിന്നെ ആളിപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നെയും മെയിൻ റോഡ് കൂടി നടന്നിട്ട് വേണം ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. നല്ല വൈകുന്നേരം ആയതുകൊണ്ട് നല്ല ഗോൾഡൻ കളർ ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ചെറിയ തൊണ്ടവേദനയും ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ മടി ആയതുകൊണ്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇത്രയും സമയമായത്. കുറച്ച് ദിവസമായി എടുത്ത് വെച്ചിട്ട്. ഇതാണ് ഇവിടുത്തെ പച്ചക്കറി പീടിക. പുറത്തുനിന്ന് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി എല്ലാം ഉണ്ടാവും. ഞങ്ങൾ അധികവും ഇവിടെ നിന്നാണ് പച്ചക്കറി വാങ്ങല്. അപ്പം പിന്നെ ഏകദേശം പൈസയൊക്കെ മനസ്സിലാവുമല്ലോ. ഈ ഷിമോഗയിൽ തന്നെ കിട്ടാൻ നല്ല പാടും പിന്നെ നല്ല പൈസയായിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ പഴമാണ്. 1 കിലോ നേന്ത്രപ്പഴം കിട്ടണമെങ്കിൽ ലോൺ എടുക്കേണ്ട അവസ്ഥയാണ്. പുരയിലുള്ള സമയത്ത് കുറച്ച് കറുത്തക്കെന്ന് പറഞ്ഞ് ചാടിക്കലിൻ്റെ പഴത്തിൻ്റെ വിലയൊക്കെ ഇവിടെ വരുമ്പോൾ അറിയും. അങ്ങനെ അത്യാവശ്യം പച്ചക്കറിയൊക്കെ വാങ്ങി ഞങ്ങൾ അടുത്ത സാധനം വാങ്ങാൻ വേണ്ടി മോറിലേക്ക് പോയി. ഇവിടെ ഞങ്ങൾ എപ്പോൾ വന്നാലും ഞങ്ങൾക്ക് വേണ്ട സാധനം വെച്ച് ബാക്കി എല്ലാ സാധനവും ഇവിടെ ഉണ്ടാവും. പിന്നെ മോറ് കയറിയാൽ വേണ്ടതും വേണ്ടാത്ത സാധനത്തിൻ്റെ അടുത്തൊക്കെ കുറച്ച് നേരം നോക്കി നിൽക്കണം. എന്നാലാണ് മനസ്സിനൊരു സുഖം കിട്ടും. പിന്നെ അവിടുന്ന് ബില്ലും ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇങ്ങോട്ട് നടന്ന ദൂരമൊക്കെ തിരിച്ച് അങ്ങോട്ട് നടക്കണ്ടേന്ന് ആലോചിച്ചുള്ള സങ്കടത്തിലാണ് ഗോപി നിൽക്കുന്നത്. പിന്നെ മാളും യാസ്മിനും ബില്ല് ചെയ്ത് വരുന്ന സമയം കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്ന്. ഇനി ഇങ്ങനെ ആടി ആടി നടന്നാൽ പുരയിലെത്തായി പിന്നെയും കുറേ ലേറ്റ് ആവുമെന്ന് മനസ്സിലാക്കിയാണ് ഞങ്ങൾ കുറച്ച് സ്പീഡ് കൂട്ടി നടന്ന്. പിന്നെ ഞങ്ങൾ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയാലും ആളെന്തായാലും ആളും മനുഷ്യനൊക്കെ ഉണ്ടാവും. പിന്നെ വീട്ടിലെത്തി വാങ്ങിയ സാധനമൊക്കെ അടുക്കി വെച്ച്. എന്നാൽ ശരി, ബൈ.